കുടുംബ പരദേവത. ടീച്ചറെ, നമ്മൾ എല്ലാ പേരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് പരദേവതാ സങ്കല്പം അല്ലെങ്കിൽ കുടുംബ പരദേവതയെ കണ്ടെത്തുക എന്ന് പറയുന്നത്. ഇന്നത്തെ ജനറേഷനിൽ എല്ലാവർക്കും അത് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കഷ്ടത വരുമ്പോഴാണ് ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ജാതകൻ ഒരു ദൈവത്തിൻ്റെ അടുത്ത് എത്തിപ്പെടുക. പക്ഷെ അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ കുടുംബ പരദേവതയെ ഒന്ന് പൂജിച്ചിട്ട് വരൂ. പക്ഷെ ആരാണെന്ന് പോലും അറിയില്ല, എന്താണെന്ന് പോലും അറിയില്ല. എന്താണെന്ന് ഒന്ന് വിവരിക്കാമോ? അതിൽ നമ്മൾക്ക് 1936 നമ്മുടെ കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം വന്നത്. അതായത് എല്ലാവർക്കും പോയി തൊഴാൻ പറ്റുന്ന ഒരു ക്ഷേത്ര സങ്കല്പം വന്നത് 1936. പക്ഷെ അതിനു മുമ്പ് മറ്റ് എല്ലാവർക്കും ബ്രഹ്മസമായിട്ടുള്ളവർക്കൊക്കെ ഉയർന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് തേവാരപ്പുരയും തേവാരമൂർത്തികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ സമ്പത്തുകളും ഒരു കാലഘട്ടത്തിൽ അവരുടെ കീഴിലായിരുന്നു. കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ ആളുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കുന്ന മൂർത്തികൾ അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കും. തേവാരമൂർത്തികൾ എന്ന് പറയുന്ന ഉപാസനാമൂർത്തികൾ പുരോഹിതന്മാരുടെയൊക്കെയാണല്ലോ, അവർക്കാണല്ലോ ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നത്, ക്ഷേത്രങ്ങളിൽ പ്രവേശനമുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധാരണക്കാരൻ്റെ വിചാരം എന്താണ്? എനിക്കിങ്ങനെ ഒന്നും ഇല്ലാതായല്ലോ. പുരോഹിതന്മാർക്കൊക്കെ പൗരോഹിത്യത്തിൻ്റെ വഴിയായിട്ട് അല്ലെങ്കിൽ ബ്രാഹ്മണർക്കൊക്കെ അവർക്കൊരു ഉപാസനയ്ക്കല്ല അല്ലെങ്കിൽ ഒരു അവരുടെ പ്രാർത്ഥനകൾ ചെയ്യാനുള്ള ഒരു മഠം ഉണ്ട്. അപ്പം സാധാരണക്കാരൻ എന്ത് ചെയ്തു? മാടായിക്കാവ്, വടക്കോട്ട്, കൊടുങ്ങല്ലൂർ, മലയാലപ്പുഴ പോലെയുള്ള ഈ ഓപ്പണായ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ അധികം പേരോടും ചോദിച്ചാൽ കുടുംബ പരദേവത ഏതെന്ന് വെച്ചാൽ ഞങ്ങൾ വേളാർവട്ടാന്ന് പറയും. കാരണം എന്താ വെച്ചാൽ സ്വയംഭുവാണ്, അവിടെ ശിവഭഗവാൻ സ്വയംഭുവാണ്. അങ്ങനെയുള്ള ഈ അതായത് കൊടിമരമൊന്നുമില്ലാത്ത ഓപ്പണായിട്ട് ആർക്കും ചെന്ന് പൂജ ചെയ്ത് പോരാൻ പറ്റുന്ന, പൂജ ചെയ്ത് പോരല്ല, ഒരു 2 അടുപ്പ് കൂട്ടിയിട്ട് ഒരു നേദ്യമൊക്കെ വച്ചിട്ട് കഴിച്ചിട്ട് പോരാൻ പറ്റുമായിരുന്നു പണ്ട്. കൊടുങ്ങല്ലൂർ തറയല്ലേ, ആർക്കും പോകാൻ പറ്റുന്ന. അപ്പം എന്ത് ചെയ്യും? ഇങ്ങനെ ഈ കൊയ്ത്തും വിളവും ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ സംഗമിക്കുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ. അപ്പം എന്ത് ചെയ്യും? ഈ ഉത്സവം കഴിഞ്ഞ് വരുമ്പോൾ അവരവിടെ നിന്ന് കല്ലോ കട്ടയോ എടുത്തുകൊണ്ട് പോരുകയാണ്. അപ്പം ഉത്സവത്തിൻ്റെ ലഹരിയിൽ അവർക്ക് അവിടെ ദേവതകൾക്ക് അവരുടെ സങ്കല്പത്തിലൊരു മൂർത്തിയൊക്കെ സങ്കല്പിച്ച് ആ മൂർത്തിക്ക് എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് പോരാണ്. ചിലപ്പോൾ ഒരു ശിലയെ ആയിരിക്കും അവർ കണ്ടിരിക്കുന്നത്. ആ ശിലയെ പതുക്കെ കൊണ്ടുവരിക. അമ്മേ, നിങ്ങളുടെ എൻ്റെ കൂടെ വരണം, ഞാൻ അമ്മയ്ക്ക് വേണ്ടതൊക്കെ തരാം എന്ന് പറഞ്ഞ് പതുക്കെ കൊണ്ടുവന്ന് ഒരു കാൽപ്പെട്ടിയേ ഉണ്ടാവുള്ളൂ. ആ കാൽപ്പെട്ടിയിൽ ചുവന്ന പട്ടിലൊക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വയ്ക്കും. വിശേഷം വേന്നാൾ എന്നാ പറയാ. ഇതുപോലെ വിശേഷം എന്നും പപ്പടവും പഴവും ഒന്നുമില്ല. വിശേഷം വരുന്ന ദിവസം എന്ത് ചെയ്യും? എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുമ്പോൾ പതുക്കെ കൊണ്ടുപോയി ഒരു വെളിമ്പറമ്പിൽ, അതാണ് പൗർണമിയോ ഇത് അമാവാസ്യ, ഏതെങ്കിലും ഒരു ദിവസം, അമാവാസ്യ ആയിക്കോട്ടെ പൗർണമി ആയിട്ട്, എല്ലാവരും ശാന്തമായി ഉറങ്ങുന്ന സമയത്ത് ഒരു പന്തമൊക്കെ കത്തിച്ച് വയ്ക്കും, ഇത്തിരി വറവടിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും, പറ്റിയ ഒരു കോഴിയെ മുരുക്കി ചെയ്തിട്ട് തൻ്റെ ആവശ്യങ്ങൾ പറയുകയാണ്. അവനത് ദൈവമാണ്. ആ എടുത്തു കൊണ്ടുവന്ന കല്ല് കൊടുങ്ങല്ലൂരിൽ നിന്നാണെങ്കിലും മലയാലപ്പുഴയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അവൻ സങ്കല്പമാണ്. അയ്യപ്പസ്വാമി ആയിക്കോട്ടെ, വിഷ്ണു, ഓരോരുത്തരും അവരവർ ആരായി കാണുന്നുവോ ആ സങ്കല്പം, ആ ഒരു പ്രദേശത്തിൻ്റെ അനുസരിച്ചിട്ട്. ഓരോ പ്രദേശത്തും ജോലി ചെയ്യുന്നവർ അവരുടെ തേവാരമൂർത്തികൾ, അവരുടെ മൂർത്തികൾ ഇതാണെന്ന് ഇവർക്ക് അറിയാമല്ലോ. കയറാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശൻ്റെ അവിടെ റോട്ടിൽ നിന്ന് തൊഴുന്നവർ പൂർണ്ണത്രേശനെ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ലെങ്കിലും വിളിക്കാമല്ലോ. അപ്പം അങ്ങനെ സങ്കല്പിച്ച് ഒരു ശിലയോ എന്തെങ്കിലും, ശിലയാണ് അധികവും, ചിലർ വാളോ എന്തൊക്കെയാ വെച്ചാൽ അതുപോലെ കൊണ്ടുവന്ന് വെച്ച് ആരും അറിയാതെ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുകയാണ്, ഇത്ര കഷ്ടപ്പെട്ടു, എന്നിട്ട് കുഴിയിലൊക്കെ കുഴി കുത്തി അതിലൊക്കെയാണ് കഞ്ഞി തരുന്നത്. ഈ പണിയെടുക്കുന്നത് മുഴുവൻ ഞങ്ങളാണ്. ഞങ്ങൾക്ക് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കെല്ലാം സ്വന്തമായി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരാളിങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ, നീ എന്താണ് ഇന്നലെയൊക്കെ അങ്ങനെ അവിടെ ഒരു വെളിച്ചമൊക്കെ കണ്ടല്ലോ, എന്താ? അപ്പം ഞാനിങ്ങനെ ചെയ്തു. അപ്പോൾ ഇവർ തമ്മി ഇങ്ങനെ പറഞ്ഞ് പലരും ഇതുപോലെ ഒരു സങ്കല്പമുണ്ടായി. എങ്ങനെയായാലും എപ്പോഴും കൂട്ടപ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ടല്ലോ. ഏത് പ്രാർത്ഥനയ്ക്കും, ഒരു കല്ലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാലും വെറുതെ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചാലും, നമ്മുടെ മഹർഷിമാരും ഉപാസന ചെയ്യുന്നവരും സേവിക്കുന്നവരൊക്കെ സേവാമൂർത്തിയാണ് കാളിയമ്മ.
സുബ്രഹ്മണ്യ സ്വാമിയും സേവാമൂർത്തിയാണ്. അപ്പം നമ്മൾ സേവിച്ചാൽ നമ്മുടെ കൂടെ വന്ന് നമുക്ക് അനുഗ്രഹം തരുന്ന സേവാമൂർത്തികൾ. അതിൽ കരിങ്കുട്ടി സ്വാമിയുണ്ട്, വിഷ്ണുമായ സ്വാമിയുണ്ട്, 390 ചാത്തന്മാരുണ്ട്. ഇവരൊക്കെ ശുദ്ധരാണ്. പക്ഷേ ഈ സേവിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇന്നത് ചെയ്താൽ ഇന്നത് തരാമെന്ന് പറഞ്ഞ് പിന്നീട് ഓർഡർ കൊടുത്തപ്പോഴാണ് ഇവരിലൊക്കെ മാറ്റങ്ങൾ വന്നത്. അന്ന് ഇതൊന്നുമില്ല. ആ സേവാമൂർത്തികളെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ ഈ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടപ്പോൾ 1900 അറിയാലോ, ചിത്തിര മോഹൻലാൽ ക്ഷേത്രപ്രവേശന വിളംബരം വെച്ചു. അപ്പോഴത്തേക്കും ക്ഷേത്രപ്രവേശന വിളംബരം വരണതിന് സമയത്ത് തന്നെ നമുക്കവിടെ കൃഷിഭൂമി കൃഷിക്കാർക്ക് എന്നുള്ള നിയമവും വന്നു. അപ്പം സ്വന്തം ഭൂമിയൊക്കെ കുടികടപ്പുകാർക്ക് വീതിച്ചു കൊടുത്തു. ഈ മൂർത്തി ഈ കൽപ്പെട്ടിയിൽ നിന്നും വലിയ പെട്ടെന്നൊരു 10 സെൻറ്റോ 20 സെൻറ്റോ ഒക്കെ സ്ഥലം കിട്ടിയപ്പോൾ എന്ത് പറ്റി, ഈ മൂർത്തിക്ക് ഈ കാരണവരെന്താ പറയണെന്നറിയോ, ഞാൻ വിളിച്ചപ്പോൾ വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കുള്ളൂ. എൻ്റെ കാലം കഴിഞ്ഞാലും മുത്തപ്പനായി മാറി കക്ഷി. അമ്മയെ സേവിച്ച് അദ്ദേഹം അവിടെ മുത്തപ്പൻ്റെ ഭാവത്തിലായി. എന്നാൽ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നില്ല. അതാണ് പറ്റിപ്പോയത്. പലർക്കും ഇത് അടുത്ത തലമുറയിലേക്ക് മാറിയില്ല. ഇത് മോനെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാതെ ചിലരൊക്കെ അങ്ങ് പോയി. പക്ഷേ ഇത് ചിലർക്കൊക്കെ അറിയാം, ഇങ്ങനെ വച്ച് സേവിച്ച്. അപ്പോൾ എന്ത് പറ്റും, ഒരാളുടെ കാര്യം വരുമ്പോൾ ഒരാൾ പറയണതേ ഒരു കൂട്ടം വെച്ചിട്ട് എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട്, എന്നാൽ ഞാൻ വേറെ ആളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഒരു കാപ്പിരി മുത്തപ്പനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ജിന്നാണ്. അപ്പോൾ കാപ്പിരി മുത്തപ്പനെ വിളിച്ചു. ഓരോരുത്തരും ആവശ്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അതിനനുസരിച്ചിട്ട് കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വന്ന് മൂർത്തികളുടെ എണ്ണം കൂടി സ്വഭാവം കൂടി മാറി വന്നു. പക്ഷേ അങ്ങനെ കുറേ നന്മകൾ ഉണ്ടായ കാലഘട്ടത്തിൽ, ദൈവവിശ്വാസം വർദ്ധിച്ച സമയത്ത് എല്ലാത്തിനും ഒരു കാലമുണ്ടല്ലോ. കുറച്ച് പേരിൽ അറിയാതെയെങ്കിലും തലമുറയ്ക്ക് ഇതൊക്കെ ഈ മൂർത്തികൾക്കിരിക്കാൻ സ്ഥലം വെച്ചു, അവർക്ക് കലശം കൊടുക്കലൊക്കെ തുടങ്ങിയപ്പം ആ മക്കൾ വലുതാവുമല്ലോ. 10 സെൻറ്റിൽ 2 പേര് വന്നപ്പോൾ അത് 5 സെൻറ്റ് ആവുമല്ലോ. അപ്പോൾ ഈ 1 സെൻറ്റിൽ ഇരിക്കുന്ന ഇവരെയൊക്കെ ഇതൊക്കെ നമ്മളെ രക്ഷിക്കുമോ, അമ്പലം കിടക്കണു, അപ്പുറത്ത് ഭഗവതിയുണ്ട്, ഇപ്പുറത്ത് കാവ് വെട്ടിയ ആമയുടെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെയുണ്ട്. ഈ ദേവതകളുടെ ഇഷ്ടം ചോദിക്കാതെ ഇവരെ പുഷ്പം പോലെ അങ്ങ് വലിച്ചെറിയുകയുണ്ടായി. അതായത് ആദരിച്ച് ബഹുമാനിച്ച് എൻ്റെ കാലം മുഴുവൻ ഞാൻ നോക്കിക്കോളാം, ഇനി അടുത്ത തലമുറയ്ക്കും ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം, ഞാൻ അമ്മയിലേക്ക് ലയിക്കുകയാണ് എന്ന് പറഞ്ഞ ആ കാരണവരുടെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ അറിയാതെ, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ, 10 പേര് നല്ലതാണെങ്കിൽ ഒരെണ്ണം മതിയല്ലോ, അതങ്ങനെ നശിക്കപ്പെടുകയാണ്. ചിലങ്ങനെ വലിച്ചെറിയാണ് കിണറ്റിലേക്കും കക്കൂസ് ടാങ്കിലേക്കും ഒക്കെ. എന്നിട്ട് കക്കൂസ് ടാങ്ക് വരെയൊക്കെ ആക്കിയതുണ്ട്. അവരൊക്കെ പെട്ടെന്ന് അടിത്തറ ഇളകി കുടുംബം മുഴുവൻ നശിച്ചു പോവുകയാണ്. കാരണം മനസ്സിലാണ്, പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞതൊക്കെ പ്രശ്നങ്ങളാവുന്നു, ക്യാൻസർ പോലെയുള്ള അറിയാമല്ലോ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു. എന്നാൽ ഇതിനെ സംരക്ഷിച്ചൊരു വിഭാഗവും ഉണ്ട്. പക്ഷേ സംരക്ഷണം എന്ന് പറയുന്ന തലമുറയ്ക്ക് ശരിയായ രീതിയിലുള്ള ബോധമില്ല.